ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. $18,000 കോടിയുടെ വമ്പൻ പദ്ധതിയുമായി എൻവിഡിയ ഇന്ത്യയിലെത്തുന്നു. എഐക്ക് ഇന്ത്യയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനാവുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ നീക്കം. ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയും സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്തെ ലോകത്തെ ഏറ്റവും മുൻനിര സ്ഥാപനവുമായ എൻവിഡിയ വൻ ദൗത്യവുമായി ഇന്ത്യയിലേക്ക്. നിർമ്മിത ബുദ്ധിയിൽ ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന $15 ബില്യൺ പദ്ധതിക്ക് നേരത്തെ ഗൂഗിൾ പച്ചക്കൊടി വീശിയിരുന്നു. അദാനിയുമായി ചേർന്ന വിശാഖപട്ടണത്ത് AI ഹബ്ബാണ് ഗൂഗിൾ ഒരുക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ $2 ബില്യൺ ദൗത്യവുമായി എൻവിഡിയ എത്തുന്നത്. ലോകത്തെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായ ഇന്ത്യയിൽ എഐക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയോടെയാണ് അമേരിക്കൻ ഭീമന്മാരുടെ കടന്നുവരവ്. സ്വകാര്യ ഇക്വിറ്റി വെഞ്ചർ ക്യാപിറ്റൽ നിക്ഷേപകരുടെ കൂട്ടായ്മയായ ഇന്ത്യ ഡീപ് ടെക് അലയൻസുമായി ചേർന്ന് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ട്രെയിനിങ്, മെന്റർ സഹായം നൽകുകയാണ് എൻവിഡിയ ചെയ്യുക. എൻവിഡിയ മേധാവി ജെൻസൺ ഹുവാങ് അടക്കമുള്ളവർ ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തും. സെമി കണ്ടക്ടർ, സ്പേസ്, AI, ബയോടെക്, റോബോട്ടിക്സ്, എനർജി മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളെയാണ് സംയോജിതമായി ഡീപ് ടെക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ദൗത്യത്തിൽ എൻവിഡിയയുടെ ഭാഗത്തു നിന്നും നിക്ഷേപം ഉണ്ടാകുമോ എന്ന് സ്ഥിരീകരണമില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ വാഹന മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട കിർലോസ്കർ മോട്ടോഴ്സ് 2030 ആകുമ്പോഴേക്കും 15 പുത്തൻ കാറുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് ജപ്പാൻ മൊബിലിറ്റി എക്സ്പോയിൽ കമ്പനി പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ നിക്ഷേപങ്ങളും ഷോറൂമുകളും തുറക്കാനാണ് ടൊയോട്ടയുടെ ലക്ഷ്യം. ഇതുവഴി ഇന്ത്യയിലെ വാഹന വിപണിയിൽ മേധാവിത്വം ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് ടൊയോട്ടയുടെ പ്രതീക്ഷ. നിലവിൽ 8% ടൊയോട്ടയുടെ രാജ്യത്തെ ആകെ നിക്ഷേപം. 2030 ആകുമ്പോഴേക്കും ഇത് 10% എത്തിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത്. US, ചൈന എന്നീ വിപണികൾക്ക് ശേഷം ടൊയോട്ടയുടെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. മഹീന്ദ്ര, ഹ്യുണ്ടായി തുടങ്ങിയ വാഹന നിർമ്മാണ കമ്പനികളുമായി നേരിട്ട് മത്സരിക്കുന്ന ടൊയോട്ട ഇന്ത്യയ്ക്കായി 2 പുതിയ SUVകൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. ജപ്പാൻ മൊബിലിറ്റി എക്സ്പോയിൽ പ്രദർശിപ്പിച്ച ബേബി ലാൻഡ് ക്രൂയിസർ FJ ഇതിനോടകം തന്നെ രാജ്യത്ത് നിർമ്മാണം ആരംഭിക്കുമെന്ന് ടൊയോട്ട പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2028 അവസാനത്തിൽ നിരത്തുകളിൽ എത്താൻ പോകുന്ന വാഹനത്തിന് പെട്രോൾ വകഭേദം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതിനിടയിൽ മുഖം മിനുക്കിയെത്തുന്ന ടൊയോട്ട ഹൈലക്സും ഈ വർഷം വിപണിയിലെത്തും. രാജ്യത്ത് വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടകയിലെ ബിഡാഡിയിലുള്ള നിർമ്മാണ കേന്ദ്രം $3 മില്യൺ ചിലവിൽ ടൊയോട്ട വിപുലീകരിച്ചിരുന്നു. കൂടാതെ മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ പുതിയ നിർമ്മാണ കേന്ദ്രവും ടൊയോട്ട തുറന്നിട്ടുണ്ട്. ബേബി ലാൻഡ് ക്രൂയിസറിന്റെ നിർമ്മാണം ഈ പ്ലാന്റിലാകുമെന്നാണ് പ്രതീക്ഷ. 2 നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നായി 1 മില്യൺ യൂണിറ്റ് വാഹനങ്ങൾ പുറത്തിറക്കാനാണ് ടൊയോട്ട ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് നിർമ്മിക്കുന്ന വാഹനങ്ങളിൽ ഒരു പങ്ക് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യും. 2025 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 5,672 കോടി രൂപയുടെ റെക്കോർഡ് പ്രോഫിറ്റാണ് ടൊയോട്ട കിർലോസ്കർ മോട്ടോഴ്സ് നേടിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഡേറ്റ പങ്കിടുന്നതിനുള്ള മെറ്റയുടെ വിലക്ക് നീക്കി. വാട്സാപ്പ് ഉപയോക്താക്കളുടെ ഡേറ്റ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുമതി. ചുമത്തിയ പിഴയിൽ മാറ്റമില്ല. വാട്സാപ്പ് ഉപയോക്താക്കളിൽ നിന്നും ശേഖരിക്കുന്ന ഡാറ്റ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളുമായി പങ്കുവയ്ക്കുന്നതിനെതിരെ മെറ്റയ്ക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഏർപ്പെടുത്തിയ വിലക്ക് ദേശീയ കമ്പനി നിയമ അപ്പലേറ്റ് ട്രൈബ്യൂണൽ നീക്കിയെങ്കിലും പിഴയായി CCI ചുമത്തിയ 213.14 കോടി രൂപ ട്രൈബ്യൂണൽ നിലനിർത്തി. കഴിഞ്ഞ വർഷം നവംബറിലാണ് CCI 5 വർഷത്തേക്ക് ഡേറ്റ പങ്കുവയ്ക്കൽ വിലക്കിയതും പിഴ ചുമത്തിയതും. എന്നാൽ ജനുവരിയിൽ ട്രൈബ്യൂണൽ ഈ 2 നടപടികൾക്കും സ്റ്റേ അനുവദിച്ചിരുന്നു. ഇപ്പോൾ ജസ്റ്റിസ് അശോക് ഭൂഷൺ ചെയർപേഴ്സണായ ബെഞ്ചാണ് മെറ്റയ്ക്ക് ആശ്വാസമേകുന്ന ഉത്തരവിറക്കിയത്. എന്നാൽ പിഴ അടയ്ക്കേണ്ടിവരും. വാട്സാപ്പിന്റെ 2021 സ്വകാര്യതാ നയം അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഉപയോക്താക്കളുടെ സന്ദേശങ്ങളുടെ സ്വകാര്യത മാറ്റിയിട്ടില്ലെന്ന് മെറ്റ വക്താവ് പറഞ്ഞു. അത്തരം സന്ദേശങ്ങളുടെ എൻഡ്-ടു-എൻഡ് എൻക്രിപ്റ്റ് സുരക്ഷ തുടരുമെന്നും വക്താവ് അറിയിച്ചു. വാട്സാപ്പിന്റെ പുതുക്കിയ സ്വകാര്യതാ നയം അംഗീകരിച്ചില്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ആശയവിനിമയത്തിന് കഴിയില്ലെന്ന അവസ്ഥയിലേക്ക് നേരത്തെ ഈ വിഷയമെത്തിയിരുന്നു. ഈ വിഷയത്തിൽ വാട്സാപ്പ് തങ്ങളുടെ ആധിപത്യ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നായിരുന്നു കമ്മീഷന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.